എനിക്ക് വാലിബനും കാണണമെന്നുണ്ട്. കണ്ടില്ല അല്ലേ? എനിക്ക് പോവാനുള്ളൊരു ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ ഭയങ്കര ഫാനായോണ്ട് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. സാഹചര്യം ഇതല്ലാത്തോണ്ട് തിയേറ്ററിൽ ഒന്നും പോകാൻ പറ്റുന്നില്ല അല്ലെ? പക്ഷെ എനിക്ക് വാലിബൻ കാണണമെന്നുണ്ട്. വീട്ടിലൊക്കെ വരുമ്പോ OTT-ലൊക്കെ വരുമ്പോഴേ കാണാൻ പറ്റുന്നുള്ളൂ. ഇതിനെ വിട്ടിട്ട് പോകാൻ പറ്റില്ല അല്ലെ? എല്ലാ ആഗ്രഹവും മനസ്സിലൊതുക്കി എങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിലേ എനിക്ക് കേട്ടിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കുറെ ഇന്റർവ്യൂ കഴിഞ്ഞ് കണ്ടെങ്കിലും എന്റെ മുന്നിലിരുന്നെങ്കിലും അമ്മയും പറയുമ്പോ ഉണ്ടല്ലോ എന്റെ ഹൃദയം പൊട്ടുക. രണ്ടാഗ്രഹം, ലാലേട്ടനെ കാണും, സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം അല്ലെ? നമുക്ക് നോക്കാം. പിന്നെ ഒന്ന് ഒക്കുമെങ്കിൽ എനിക്ക് ഈ വാലിബനും കൂടെ ഒന്ന് കാണാൻ പറ്റും. വാലിബൻ കാണാൻ ഇന്ന് പോണോ നമുക്ക്? ഞാൻ റെഡിയാണ്, എപ്പോ വേണം റെഡിയാണ്. അതെയോ? എപ്പോ വേണം റെഡിയാണ്. വാലിബൻ മോന് വാലിബൻ കാണാൻ പോയാ മതി. ഈസി. എന്ത് സംശയിക്കണം? ഏത് തിയേറ്ററിലാണ് പോകേണ്ട മോന്? ഏതായാലും കുഴപ്പമില്ല, കണ്ടാൽ ഇപ്പൊ പരീക്ഷയാ. നമ്മള് ആ നിഖിൽ എന്ന് പറഞ്ഞ മോന്റെ അമ്മയും മറ്റേ ഒരു പയ്യനെയും ഏറ്റെടുത്തിട്ട് മോൻ പഠിക്കുന്ന സമയത്ത് തന്നെ വീട്ടു ജോലിയും ചെയ്ത് ജീവിക്കുന്ന വലിയ വലിയ വാർത്തയായതാ. ആ മോന് 3 ആഗ്രഹങ്ങൾ എന്നോട് പറഞ്ഞത്. ഒന്ന് സുരേഷ് ഗോപി ചേട്ടനെ വിളിച്ചു കൊടുത്തു. ചെറുപ്പം തൊട്ട് ലാലേട്ടന്റെ ആരാധകനാണ്. അവന് ഇന്ന് വാലിബൻ കാണാൻ തിരുവനന്തപുരത്തേക്ക് പോകണം. സിനിമ കാണാൻ പോകാൻ പറ്റണ അവസ്ഥയല്ല. രണ്ടാമത്തെ മോൻ അസുഖമായിട്ട് അവനെ നോക്കിയാണ് ജീവിക്കുന്നത്. അപ്പം നമ്മള് ഇപ്പം ഞാൻ അവർക്ക് കൊടുക്കും. ഇത് പ്രൊഡ്യൂസറാണ് കേട്ടോ, ഷിബു ബേബി ജോൺ സാറിന്റെ മോനാണ്. അപ്പൊ ഇന്ന് അവർക്ക് കൈരളി തിയേറ്ററിൽ 9:30 ഷോ കാണണം. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാലോ. അപ്പം ആ ടിക്കറ്റ് എത്ര പേരാണ് പോകേണ്ട മോനെ? എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ ഇവരൊന്നും ഈ മോനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. അപ്പൊ 2-3 ഫ്രണ്ട്സിനെ വിളിക്കും. ഞാൻ എത്ര പേരാന്ന് ടിക്കറ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ ആ മോന് കൊടുക്കാം, നിഖിലിന് കൊടുക്കാം. ഇത് ഷിബു ബേബി ജോൺ മുൻ മന്ത്രിയുടെ മോനാണ്, പ്രൊഡ്യൂസറിനെ കൊടുക്കാം. ഹലോ സാർ, നമസ്കാരം. നമസ്കാരം നിഖിൽ. നമസ്കാരം. എങ്ങനെയുണ്ട് നിഖിൽ? വലിയ സന്തോഷം ഈ സിനിമ കാണണമെന്ന് പറഞ്ഞതിന്റെ അകത്ത്. എന്തായാലും മോൻ എല്ലാ ഫ്രണ്ട്സുമായിട്ട് പോയിക്കോളൂ, എല്ലാം ഞങ്ങൾ ചെയ്തോളാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ വിളിച്ചു പറയാം, ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വിളിച്ചു പറയാം കേട്ടോ. ഓക്കെ. 2 കാര്യങ്ങൾ ഇവിടെ നിന്ന് സാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇനി 2 എണ്ണമാണ്. ഒന്ന് ലാലേട്ടനെ കാണണം, ഒന്ന് സിനിമയിൽ അഭിനയിക്കണം. അപ്പം നമ്മളോട് ഒരു ആവശ്യം പറഞ്ഞിരുന്നു. ആരാണ്? നിഖിലും കുടുംബവും. ലാലേട്ടൻ്റെ ഒരു ആരാധനാണ്. വാലിബൻ സിനിമ കാണണമെന്ന് എൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. അങ്ങനെ സിനിമ കാണാനുള്ള ഒരു അവസരം വേണമെന്ന് പറഞ്ഞ് ഞാൻ അപ്പോൾ തന്നെ പ്രൊഡ്യൂസറെ വിളിച്ചു. ഷിബു ബേബി ജോണിൻ്റെ മോനെ വിളിച്ചു. സിനിമ കാണുന്നത് കുറേ നാളുകളായിട്ട് തിയേറ്ററിൽ ഈ സിനിമ കണ്ടിട്ട്. നമ്മൾ വാർത്തയിൽ കണ്ടതാണല്ലോ നിങ്ങൾ. അപ്പോൾ ആ ഒരു ബാധ്യത കൊണ്ടുകൊണ്ട് പടം കാണാൻ കണ്ടില്ല. ഇപ്പോൾ പടം കണ്ട് ഇറങ്ങിയിരിക്കുകയാണ് നിഖിലും ഫ്രണ്ട്സും കുടുംബവും. പടം കണ്ടോ? കണ്ടു. എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ എന്റെ കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു. അത് ഇന്നത്തോളം നിങ്ങൾ കാരണം എനിക്കത് സാധിച്ചു. അപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം ഇപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ്, എനിക്ക് നേരം കാണാൻ പറ്റിയില്ല. അപ്പം അതിന് ശേഷം കുറച്ച് നാൾക്ക് ശേഷമാണ് ലാലേട്ടൻ്റെ ഒരു പടം ഇവിടെ കാണുന്നത്. സോ ബേസിക്കലി ഭയങ്കര ഹാപ്പിയാണ്. ആ മനുഷ്യനെ പിന്നെയും ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയില്ല. ഒരുപാട് ഞാൻ ലൂസിഫറാണ് അവസാനം ബിഗ് സ്ക്രീനിൽ കണ്ടത് ലാലേട്ടനെ. പിന്നെ അതിന് വീട്ടിൽ ഇരുന്നുള്ള സിനിമ കാണലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വാലിബൻ വന്ന് കണ്ടു. അടിപൊളി പടം, ഒന്നും പറയില്ല, അടിപൊളി പടം. ഈ റിവ്യൂ ഒക്കെ കുറെ മോശമായിട്ട് വന്നു അല്ലേ? അതെ. അത് ഞാൻ പറഞ്ഞില്ല, ഈ സിനിമ ഇപ്പം LJP എന്ന് പറയുന്നത് പുള്ളി പൊതുവെ എടുക്കുന്ന സിനിമകൾ എന്ന് പറയുന്നത് വെറൈറ്റി സബ്ജക്ട്സ് ആണല്ലോ. അപ്പം അത് എല്ലാവർക്കും ബേസിക്കലി ഇഷ്ടപ്പെടണമെന്നില്ല. ഇറ്റ്സ് നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടീ. അതുകൊണ്ട് ഈ സിനിമ എല്ലാവർക്കും പിടിക്കില്ല, അതുകൊണ്ടാണ് നെഗറ്റീവ് കേൾക്കുന്നത്. ബട്ട് എനിക്ക് ഇപ്പം എന്നോട് പേഴ്സണലി ചോദിക്കുവാണെങ്കിൽ, ഒരു ലാലേട്ടൻ ഫാനായതുകൊണ്ട് മാത്രം പറയുന്നതല്ല, ആസ് എൻ ഓഡിയൻസ് ഓൾസോ എനിക്ക് ആ സിനിമ ഭയങ്കര കാണാനും ഇൻട്രസ്റ്റിങ്ങും ആയിട്ട് തോന്നി. ചില സ്ഥലത്തൊക്കെ ബോറായിട്ട് തോന്നിയെങ്കിലും ഓവറോൾ പടം അടിപൊളിയാണ്. LJPയുടെ സിനിമ എല്ലാം സ്ലോ ആണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഇത് കാണാനുണ്ട്. ബട്ട് സ്റ്റിൽ പടം നമുക്ക് എൻഗേജിങ് ആണ്, സിനിമ കണ്ടിരിക്കാം. പക്ഷെ ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടീ. അത്രേ ഉള്ളൂ. ഹാപ്പി ആയില്ലേ? ഹാപ്പി. പറഞ്ഞൊരു വാക്ക് ഞാൻ പാലിച്ചു. ഇനിയും ഉണ്ട് അല്ലേ? ഇനിയുണ്ട്. ആ വാക്കുകൾ ഞാൻ പാലിക്കും ഉറപ്പായിട്ടും. ഫ്രണ്ട്സിനോട് പരിചയമുള്ളൂ. പേരെങ്ങനെയാണ്? സയാൻ. എന്തുണ്ട് വിശേഷമൊക്കെ? സുഖം. സിനിമ കണ്ടു. ഞാനിത് ഓൾറെഡി കണ്ടേ. ഒന്നും കൂടെ കണ്ടു. അതെ, ഇവൻ വിളിച്ചപ്പോ വന്നു. വരാതിരിക്കാൻ പറ്റുമല്ലോ അല്ലേ? പിന്നെ അത്രയ്ക്ക് നിർബന്ധിച്ച് വിളിക്കുമ്പോ വീട്ടുകാരുടെ കൈയും കാര്യം പിടിച്ചാൽ വന്നു.
അല്ല, ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ ഇപ്പോൾ ലോകം എല്ലാവരും ഏറ്റെടുത്തു. അതിൽ നിങ്ങൾക്കൊരു അഭിമാനമല്ലേ? പിന്നെ അല്ലാണ്ട് എനിക്കറിയാം ഇവൻ എന്തെങ്കിലും ഒരു ദിവസം ഒരു ബലം ഉണ്ടാകുന്നു ഇവൻ്റെ ഈ കഷ്ടപ്പാടിന്. അത് ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചില്ല. അല്ലേ? നമ്മളെല്ലാം നടത്തി കൊടുക്കാമെന്ന് ഞാൻ കുറേ കാര്യം എന്നോട് പറഞ്ഞു. അത് നടത്തി കൊടുക്കാമെന്ന് ഏറ്റിരിക്കുക. സന്തോഷം സന്തോഷം. ഞാൻ നിങ്ങളുടെ സ്കൂളിലും വരുന്നുണ്ട് ഒരു ദിവസം. എപ്പോഴാണ്? ഞാൻ ഒരു ദിവസം വരും. ഞാൻ നാളെ പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം വരും ഞാൻ. വരണം. ഈ പടം നേരത്തെ കണ്ടായിരുന്നോ? ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടപ്പോൾ എല്ലാം റിവ്യൂ കണ്ടപ്പോൾ വിചാരിച്ച് കുഴപ്പം ആവറേജ് പടം. പക്ഷെ കണ്ടപ്പോഴാണ് മനസ്സിലായത് കിട്ടില്ല പടം. പറഞ്ഞാൽ കണ്ടിരിക്കാൻ കൊള്ളാം. പറഞ്ഞാൽ ബോറില്ല. പക്ഷെ ചെറിയ ലാഗ് ഉണ്ടെന്നേ ഉള്ളൂ. നല്ല ലാഗ് പടം അല്ല, ഇങ്ങനെ സ്ലോയിലാണ് പോകണം. അതാ ലാഗായിട്ട് തോന്നണം. അപ്പം ചില സീൻസൊക്കെ പക്ഷെ കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. അല്ല, റിവ്യൂസ് പറയണ പോലെ ഒന്നുമല്ല. അല്ല കണ്ടോണ്ടിരിക്കാൻ നല്ല പടം അത്. കണ്ടില്ലേ? നഷ്ടമായിരുന്നു. സത്യമായിരുന്നു അത്. അത് കൂട്ടുകാരൻ നിർബന്ധിച്ച് വരികയും ചെയ്തു. അതാണ് പറയാം. ഞാൻ ഇരുന്നപ്പോഴാണ് നിഖിൽ വിളിച്ചത്. ഇങ്ങനെ പടം കാണാൻ 9 മണി ഷോ ഉണ്ടാവും വരുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അപ്പം തന്നെ പറഞ്ഞു വരുമെന്ന്. അപ്പോഴും ഇവനെ വിളിച്ച്. ഹാപ്പിയാണ്. അമ്മേ, ഒത്തിരി നാളിന് ശേഷമായിരിക്കും തിയേറ്ററിൽ വരുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. എത്ര വർഷമായി? ഞാൻ 2 കൺട്രീസ് അവസാനം കണ്ടത് ദിലീപിന്റെ 2012-ലായിരിക്കും, 16-ലായിരിക്കും. അന്നേരം അത് കഴിഞ്ഞ് പിന്നെ തിയേറ്ററിൽ പോയിട്ടേ ഇല്ല. ഇന്നാ വന്നേ, അവന് വേണ്ടിയായിട്ട് ഇങ്ങോട്ട് വന്നാ. അവന്റെ ആഗ്രഹം സാധിച്ചില്ലേ? തീർച്ചയായിട്ടും. ഒരുമിച്ച് വന്നിരുന്ന് കാണാൻ പറ്റില്ല. ഒരുമിച്ച് വരാൻ അപ്പു ഫുൾ ടൈം ഒന്നും ഒരു ബഹളം ഒന്നും ഉണ്ടാക്കാതെ അപ്പു മുഴുവൻ ഇരുന്ന് കണ്ടു. സന്തോഷം. അവൻ്റെ മോൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തതിന് ഞാൻ അങ്ങോട്ട് നന്ദി പറയും. അയ്യോ, അതൊന്നും വേണ്ട. ഇതൊക്കെ ഒരു നിസ്സാര ഒരു സിനിമ കാണാന്നുള്ളതല്ലേ. ഇനിയും കിടക്കുമല്ലോ മോന്റെ ആഗ്രഹങ്ങൾ. അവന് എപ്പോഴും ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. വലിയ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ മോഹൻലാലിനെ കാണണമെന്നൊക്കെ പറഞ്ഞ വലിയ ആഗ്രഹങ്ങളല്ലേ അത് നടത്താൻ നമുക്ക്. അതെ. പിന്നെ തീർച്ചയായിട്ടും വളരെ ഹാപ്പിയാ. നമ്മുടെ ഈ മമ്മിയുടെ അടുത്ത് ചോദിക്കണ്ടേ? മമ്മി, ഒരുപാട് സന്തോഷം. സിനിമ കണ്ടു. എത്ര നാളുകൂടിയാ തിയേറ്ററിലൊക്കെ വരുന്നത്? 2 വർഷമായി. ലാലേട്ടന്റെ സിനിമ തന്നെ കണ്ടു. ഇഷ്ടപ്പെട്ടില്ലേ? അതെ, ഇഷ്ടപ്പെട്ടു. അത് അപ്പുവിന്റെ കൂടെ ആയപ്പോ കുറെ കൂടെ സന്തോഷം. അതെ, കുറെ കൂടെ ഭയങ്കര സന്തോഷം. അപ്പൊ നല്ല എൻജോയ് ചെയ്തു. അപ്പൊ പിന്നെ പറയുമെന്നെങ്കിലും പടമൊക്കെ കണ്ടു എന്ന് പറയാ. മൈക്കൊക്കെ ഇങ്ങനെ പിടിക്കുള്ളൂ. പടത്ത് നോക്കിയോളൂ. ആ ഉമ്മ വെച്ചാൽ പടം ഇഷ്ടപ്പെട്ട എന്റെ ഉമ്മയാണ്. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. വളരെ നല്ല പടമായിരുന്നു. ഇഷ്ടപ്പെട്ടു. റാണിയുടെ പടം ഞങ്ങളിവിടെ എത്തിച്ചത് ഇതൊരു നിമിത്തം അല്ലേ? അതിലും സന്തോഷം. ഇത്രയേരെയൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇതൊന്നും ചെറിയ ഹെൽപ്പ് അല്ലേ, ഇത് വലിയ ഹെൽപ്പാണ്. നമ്മൾ പറഞ്ഞ വാക്കുകളൊക്കെ പാലിക്കണം അല്ലേ? എന്തെങ്കിലും കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നടത്തി കൊടുക്കാം. നമുക്ക് ഒരുമിച്ച് ഇന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. എന്തായാലും വാലിബൻ കണ്ടു. എനിക്കും മനസ്സ് നിറഞ്ഞു. എന്നോടൊരാവശ്യം പറഞ്ഞത് ചെറിയ ആവശ്യം, ഇത് നമുക്ക് വേണ്ടി ടിക്കറ്റ് എടുത്ത് കാണിക്കാം, അതല്ല. എൻ്റെ പ്രൊഡ്യൂസർ എന്നെ ഇൻവോൾവായി. പടം കണ്ടു. എത്രയോ വർഷത്തിന് ശേഷം നിഖിൽ തിയേറ്ററിൽ വരുന്നു, അമ്മ വരുന്നു, അപ്പു ഫുൾ ടൈം എൻജോയ് ചെയ്യുന്നു. ഒരു പ്രാവശ്യം കണ്ട നിഖിലിൻ്റെ ഫ്രണ്ട് വീണ്ടും വരുന്നു, വേറൊരു ഫ്രണ്ട് വരുന്നു. ഇതാണ് സൗഹൃദം. അപ്പം ഇനി നിഖിലിൻ്റെ കുറേ ആവശ്യങ്ങളുണ്ട്. അത് നിറവേറ്റാൻ എന്നെക്കൊണ്ട് സാധിക്കുമെങ്കിൽ ഞാൻ നിറവേറ്റി കൊടുക്കുമെന്നുള്ള ഉറപ്പ് പ്രേക്ഷകർക്ക് തരികയാണ്. അപ്പം ഈ സമയം 12:30 മണിയായപ്പോൾ ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത്. കാരണം വാർത്ത പോയതിന് ശേഷം തിരുവനന്തപുരത്ത് വീണ്ടും വന്നിട്ട് ഇവരെ സിനിമ കാണിക്കാനുള്ളൊരു ബാധ്യതയാണ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ പറഞ്ഞ. ആ ബാധ്യത നിറവേറ്റി ഞാനും ഹാപ്പിയാണ്.